ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ISL മത്സരം എഗെയിൻസ്റ്റ് മോഹൻ ബഗാൻ. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പുതിയൊരു ഗെയിം പ്ലേയിൽ എവിടെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രസീവായി കളിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ എവിടെയും ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രസീവ് ആയിരുന്നില്ല രണ്ടാം പകുതിയുടെ ആ ഒരു പകുതി വരെ. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഒരുപാട് സ്പേസ് അനുവദിച്ചു കൊടുക്കുകയും എസ്പെഷ്യലി മധ്യനിരയിൽ ഒരുപാട് മിസ് പാസുകൾ വരുത്തി വെക്കുകയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത താരങ്ങൾ വരെ റൗളിംഗ് ബോർജസിന്റെ കാലുകളിൽ നിന്നൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ ഒരുപാട് മിസ് പാസുകൾ നമ്മൾ കണ്ടിരുന്നു. മത്സരത്തിന്റെ മുഴുവൻ ഡോമിനേഷൻ, ആ റിതം മുഴുവൻ മോഹൻ ബഗാന്റെ കീഴിലായിരുന്നു. ഓക്കെ, അത് സമ്മതിക്കാം, കാരണം അത്രയധികം സ്കോഡ് വാല്യൂ ഉള്ള ടീം ഇന്ന് ISL അത് മോഹൻ ബഗാൻ തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ കിട്ടിയ ബെർത്തോമിയോയുടെ ഒരു അവസരം അത് കളഞ്ഞു കുളിച്ചതിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. നല്ലൊരു ഡോമിനേഷൻ പ്ലേ പോലും കാഴ്ചവെക്കാൻ പറ്റാതെ പോട്ടെ, ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ള ക്വിക്ക് കൗണ്ടർ പോലും അവസാന സ്റ്റേജിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് പോലൊരു പിടിയിടാത്തൊരവസ്ഥയാണ്. ഇതിലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഡിഫെൻസീവ്ലി പന്ത് വെച്ച് കളിച്ച് ടുവേർഡ്സ് ബോൾ അറ്റാക്കിലേക്ക് കൊടുക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് 5 മാൻ പ്രതിരോധ നിരയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ കൂടുതലും പിറകോട്ടിറങ്ങി നിന്ന് കളിച്ചിട്ടുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള ഉമർ ബായെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ മൈൻഡ് റീഡിംഗ് ഒക്കെ പക്ക മോശം എന്ന് തന്നെ പറയാം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ വഴങ്ങുന്നുണ്ട്. അതായത് ബോക്സിലേക്ക് ഇടിച്ചു കയറി വന്നിട്ടാണ് മോഹൻ ബഗാൻ ആ ഗോൾ അടിച്ചിട്ടുള്ളത്. അതായത് പന്ത് ഉമർ ബായുടെ മുമ്പിൽ നിന്ന് പന്ത് ആയിട്ട് ടേൺ ചെയ്ത് കറങ്ങിയിട്ടാണ് ആ ഒരു ഗോള് അടിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു പന്തെടുത്ത് ടേൺ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പിൻവശത്ത് ഉമർബ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഒബ്സ്ട്രിക്കിൾ ഉമർബായ്ക്ക് വെക്കാമായിരുന്നു. പക്ഷെ ഉമർബ ആ ഒരു മൈൻഡ് റീഡിങ്ങിലേക്ക് കാര്യങ്ങൾ ചെന്നില്ല. ഉമർബായുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഒരുപാട് നല്ല ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൻസീവ് ലൈനിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗെയിം സ്റ്റൈൽ വൈസ് നോക്കുകയാണെങ്കിൽ ടീമിനെ അത്രയധികം തളർത്തിക്കളഞ്ഞിരുന്നു. എവിടെയും ഒരു പൊസിഷനിലും ആരുടെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എവിടെയും എങ്ങൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ മോഹൻ ബഗാൻ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ആകെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു ഗെയിം പ്ലേ കാണുമ്പോൾ ഒരു മേൽക്കൈ എടുത്ത് കളിക്കുന്ന ഒരു മികച്ച 2 താരങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് കോറു സിംഗും മറ്റൊന്ന് നിഹാൽ സുധീഷുമാണ്. അവരുടെ ആ ഒരു സ്പീഡ് വെച്ചിട്ട് നിരന്തരം വിങ്ങുകളിലൂടെ എന്തെങ്കിലും ഒരു ക്രോസുകളോ അല്ലെങ്കിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആണെങ്കിലും ആ ഒരു മധ്യനിര മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മികച്ചൊരു ഗെയിം പ്ലേ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലേ മേക്കറിന്റെ അഭാവം നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അഡ്രിയാൻ ലൂണയുടെ കുറവ് അത് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. അവിടെയാണ് ടെക്നിക്കലി അഡ്രിയാൻ ലൂണ നമുക്ക് വേണ്ടി എത്രത്തോളം പ്രോഗ്രസീവ് ആണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ 10-1 പോലും ഇന്നത്തെ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതിന്റെ ഒക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയാണ്. ഇനി ആ ഒരു മത്സരത്തിന്റെ റിതം തന്നെ മാറിയത് രണ്ടാം പകുതിയിലാണ്. ആ 2 സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതോടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കളിയിൽ വലിയൊരു മാറ്റം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള ഫ്രഞ്ച് താരമായ കെവിൻ യോക്കെ വന്നതോടെയാണ് വിങ്ങിൽ കൂടുതലും ആക്രമണങ്ങൾ ഉളവെടുത്തത്. ഭയങ്കര അറ്റൻഷനായിട്ട് തൻ്റെ ഫിസിക് ഉപയോഗിച്ച് ആ ഒരു പേസ് എടുത്ത് ബോളുമായിട്ട് ക്യാരി ചെയ്ത് കളിക്കുന്ന കെവിൻ യോക്കെ നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിൻ്റെ ഡേഞ്ചർ ക്രോസുകളും നമുക്ക് കാണാൻ പറ്റി. ഒരു സമയത്തൊക്കെ വീക്കായി നിന്നിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഒന്ന് ഉണർത്തിയെടുത്തത് ഇദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു വരവിൽ നിന്നാണ്. ഈ ഒരു സമയത്ത് ഒരു ഗോൾ അടിച്ച് ആ ഒരു സമനില നേടിയെടുത്താൽ പോലും ഒരു വിജയം നേടിയതിന് തുല്യമാണ്. പ്രത്യേകിച്ച് എവേ മത്സരം മാത്രമല്ല, നമ്മുടെ എതിരാളി എന്ന് പറയുമ്പോൾ അതിശക്തരായിട്ടുള്ള മോഹൻ ബഗാനാണ്. ഒരു ഗോളിന് വേണ്ടി നമ്മൾ അത്രയധികം കാത്തിരുന്നു, പക്ഷേ ഫലമുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗോള് ആകെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കെവിൻ യോക്കിയുടെ കാലുകളിൽ നിന്നും അവസാന നിമിഷം ഗോൾ വരും എന്നിങ്ങനെ കാതോർത്ത് സമയത്താണ് ഇഞ്ചുറി ടൈമിൽ അവസാനം മോഹൻ ബഗാന്റെ 2ാമത്തെ ഗോൾ കൂടി വരുന്നത്. അതോടെ തന്നെ ആ ഒരു മത്സരം അവർ മൊത്തത്തിൽ സീൽ ചെയ്തു. ബ്ലാസ്റ്റേഴ്സിന്റെ കഥ കഴിഞ്ഞ്. ഈ ഒരു മത്സരത്തിൽ പ്ലെയേഴ്സിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഭേദപ്പെടുത്തുന്ന പെർഫോമൻസ് തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഏറ്റവും വീക്കായി നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സെറ്റ് ഓഫ് ഗെയിം സ്റ്റൈലാണ്. തീർച്ചയായിട്ടും ഇതിന് ഡേവിഡ് കറ്റാല കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞേ മതിയാവും. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ നെഗറ്റീവും പോസിറ്റീവ് വശങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇനിയും സംസാരിക്കണം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ദിവസം ഇതിലും നല്ല പുതുപുത്തൻ ഡീകോഡിംഗ് അനാലിസിസ് വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.